നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ടെ ട്രാഫിക് പരിഷ്കരണം. മുഴുവൻ വഴിയോര കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കാൻ നടപടി വേണം. വഴിയോര കച്ചവട സമിതി കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന കലോത്സവത്തിലെ മിന്നുന്ന വിജയം. ജോജി എസ് ബാബുവിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ സ്വീകരണം. സൗജന്യ ചികിത്സാ പദ്ധതി തുടങ്ങണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. JCS ഭാരവാഹികളുടെ പരിശീലന പരിപാടി ലോഡ്സ് 2015 കാഞ്ഞങ്ങാട്ട് തുടക്കം. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പ്രതിരോധവുമായി ജ്യോതിർമയ വെൽനസിന്റെ പദ്ധതി. കാഞ്ഞങ്ങാട്ട് ബോധവൽക്കരണ ക്ലാസ് നടന്നു. ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് മഞ്ഞോട്ട് ദേവാലയം കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങളായി പന്തൽ സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. നഗരത്തിലെ മുഴുവൻ വഴിയോര കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം. വഴിയോര കച്ചവട സമിതി കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ട്രാഫിക് പരിഷ്കരണത്തിന്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന മുഴുവൻ വഴിയോര കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കണമെന്ന് കാഞ്ഞങ്ങാട്ട് നടന്ന വഴിയോര കച്ചവട സമിതി കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വഴിയോര കച്ചവടം മാത്രം ഉപജീവനമായുള്ളവരുടെ തൊഴിൽ ഇല്ലാതാക്കുന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ പറഞ്ഞു. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലക്കകത്ത് നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി വരികയാണ്. കാഞ്ഞങ്ങാട് നിന്നാണ് സംഘടനയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, വഴിയോര കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ടൗണിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുതുതായി സ്ഥലം മാറി വന്നാൽ, ഒരു SI സ്ഥലം മാറി വന്നാൽ അദ്ദേഹം ആ സ്ഥലം മാറി SI വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുക എങ്ങനെയാ വെച്ചാൽ, അദ്ദേഹം ആദ്യം ഈ വഴിയോര കച്ചവടക്കാരുടെ പെട്ടിപ്പിടിയും അതുപോലെ തന്നെ അതെല്ലാം അങ്ങോട്ട് തല്ലിപ്പിടിക്കും. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അടുത്ത് പോയിട്ട് അവർക്ക് പെറ്റി കേസ് കൊടുക്കും. അപ്പോ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പുതിയ ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. നിലവിൽ 60 പേർക്ക് മാത്രമാണ് സ്ഥലം അനുവദിച്ചത്. മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ സ്ഥലം കണ്ടെത്തണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. രഘുപതി അധ്യക്ഷത വഹിച്ചു. DV അമ്പാടി, MR ദിനേശൻ, നെല്ലിക്കാട്ട് കുഞ്ഞമ്പു, അഷ്റഫ് ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ ജോജി എസ് ബാബുവിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ സ്വീകരണം. സിറ്റി ചാനലും മലയാളം ടുഡേയും ഉപഹാരങ്ങൾ നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 3 ഇനങ്ങളിൽ A ഗ്രേഡ് സ്വന്തമാക്കി ജില്ലയ്ക്ക് അഭിമാനമായി മാറിയ ജോജി എസ് ബാബുവിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സ്വീകരണം നൽകി. മത്സരിച്ച 4 ഇനങ്ങളിൽ ഗാനാലാപനം, അഷ്ടപതി, ഗാനമേള എന്നീ ഇനങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡ് നേടുകയുണ്ടായി. ഓർക്കസ്ട്ര ഇനത്തിൽ B ഗ്രേഡും നേടുകയുണ്ടായി. പ്രസ് ഫോറം അംഗവും മലബാർ വാർത്ത സബ് എഡിറ്ററുമായ BC ബാബുവിന്റെയും സുലോചനയുടെയും മകനാണ് ജോജി എസ് ബാബു. പ്രസ് ഫോറം മാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്ര നായ്ക്ക് ഉപഹാരം നൽകി. കുട്ടികളുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹനം നൽകാൻ രക്ഷിതാക്കൾ തയ്യാറായാൽ ഇത്തരം വിജയങ്ങൾ ആവർത്തിക്കുമെന്ന് ഹരിശ്ചന്ദ്ര നായ്ക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ അവരെ എല്ലാ രീതിയിലും ജനനന്മയ്ക്കായി എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ നമ്മളെക്കാൾ നല്ല ഉയരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പഠിക്കാൻ മിടുക്കരായിരിക്കും. കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടുന്നവരായിരിക്കും. പക്ഷേ ചില കുട്ടികൾ ജീവിതത്തിൽ മാത്രം A+ നേടാത്ത കുട്ടികളുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായി എല്ലാവർക്കും A+ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ചില ആൾക്ക് A+ കിട്ടാൻ സാധ്യതയില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ചായിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ മാത്രമല്ലാതെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ഒഴിവാക്കിയിട്ട് കുട്ടികളുടെ ആവശ്യം എന്താണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് അവരെ പഠിപ്പിച്ചാൽ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും. അത് മാത്രമല്ല, ഭാവിയിൽ നമ്മുടെ നല്ലൊരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കൂ. കാഞ്ഞങ്ങാട് സിറ്റി ചാനലിന്റെ ഉപഹാരം മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ കൈമാറി. മലയാളം ടുഡേയുടെ ഉപഹാരം മാനേജിംഗ് എഡിറ്റർ C ശംസുദ്ദീൻ പാലക്കി കൈമാറി. അകലയോ നീ അകലയോ വിടതരാതിന്റെ പോയി നീ
ഒരു വാക്കിനു മകളിനിയെങ്കിലും അരികിൽ ഞാനിന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണ് പിരിയാതെ അഴകേവാ അരികേവാ. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി. ടി മുഹമ്മദ് അസ്ലാം, പി പ്രവീൺ കുമാർ, കെ ബാബു, ഇ വി ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി എൻ ഗംഗാധരൻ സ്വാഗതവും മാധവൻ പാക്കം നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാമത് ജില്ലാ സമ്മേളനത്തിന് സമാപനം. കുടുംബ സംഗമവും നടന്നു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സൗജന്യ ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കുടുംബ സംഗമവും നടന്നു. സമ്മേളനം കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ജീവിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ. ഞാൻ പഠിപ്പിച്ച വിഷയവും പോലീസുമായും ചില ബന്ധങ്ങളുണ്ട്, അക്കാദമികപരമായ ബന്ധമുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഷയം, പൊളിറ്റിക്കൽ സയൻസിലുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഏരിയയിൽ പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. മാത്രമല്ല പൊളിറ്റിക്കൽ സയൻസിൽ രാഷ്ട്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട്, രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കെ വി സതീശൻ അധ്യക്ഷനായി. ജില്ലയിലെ പോലീസ് പെൻഷനേഴ്സിന്റെ ടെലിഫോൺ ഡയറക്ടറി ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് പ്രകാശനം ചെയ്തു. രാഘവേന്ദ്ര ഹെഗ്ഡെ ഡയറക്ടറി ഏറ്റുവാങ്ങി. സജീവമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു അസോസിയേഷനാണ്. ഞങ്ങളുടെ ഭാരവാഹികളും സംഘടനാ ഭാരവാഹികളും നിരന്തരം പല ആവശ്യങ്ങളുമായിട്ട് തന്നെ സമീപിക്കുന്ന ഭാരവാഹികളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംഘടന വളരെ സജീവമായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സന്തോഷ് ഏച്ചിക്കാനം, ഡോക്ടർ ഗീത ടി കുട്ടമത്ത്, എ ബാലകൃഷ്ണൻ നായർ, ഡിവൈഎസ്പിമാരായ ടി പി രഞ്ജിത്ത്, ഹരിശ്ചന്ദ്ര നായിക്ക്, CI ടി പി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ സ്വാഗതവും പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. JCS ഭാരവാഹികൾക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടി ലോഡ്സ് 2015 തുടക്കമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് പരിശീലന പരിപാടി നടക്കുന്നത്. JCSന്റെ കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ ചാപ്റ്റർ ഭാരവാഹികളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ മേഖല 19ന്റെ പരിശീലന പരിപാടി ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് വി അനൂപ് ഉദ്ഘാടനം ചെയ്തു. തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞ എല്ലാവരും തിരിച്ചുവരവിന്റെ കഥകളാണ്. MIS സാർ ഒരുപാട് വർഷത്തിന് ശേഷം സോണിലേക്ക് തിരിച്ചു വരാൻ, ജയപാലൻ സാറും CC സാറൊക്കെ ലോഡ്സിലേക്ക് തിരിച്ചു വരാൻ. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനും ലോഡ്സിലേക്ക് തിരിച്ചു വന്നു. കാരണം 2012 സോൺ 19 ലോഡ്സ് ഇനോഗ്രേറ്റ് ചെയ്ത ഞാനാണ്. ആകെ തിരിച്ചു വരവിന്റെ അന്തരീക്ഷമാണ്. എനിക്ക് തോന്നുന്ന സോൺ 21, സോൺ 19 ഈ വർഷം മികച്ച ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു തുടക്കമാവട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുന്നു. MS മേനോൻ, K ജയപാലൻ, CC രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലന പരിപാടി ഞായറാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്ത ഇനങ്ങളിൽ തിളങ്ങിയ പ്രതിഭയാണ് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനി കൃഷ്ണേന്ദു. കുച്ചിപ്പുടിയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം സ്വന്തമാക്കി ഈ മിടുക്കി ജില്ലയ്ക്ക് അഭിമാനമായി. കോഴിക്കോട് കലോത്സവ വേദിയിൽ തിങ്ങി നിറഞ്ഞ ആസ്വാദകർക്ക് മുന്നിൽ ഇത്തവണ കുച്ചിപ്പുടിയാടാനെത്തിയത് 40ഓളം നർത്തകിമാരാണ്. ആ മത്സരത്തിൽ കൃഷ്ണേന്ദു വിജയത്തിന്റെ ചിലങ്ക കിലുക്കി. ഭരതനാട്യം, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിലും മികവോടെ ആടിയ ഈ മിടുക്കി 2 ഇനങ്ങളിലും A ഗ്രേഡ് സ്വന്തമാക്കി. ജില്ലാ കലോത്സവ വേദിയിൽ നിന്നും അപ്പീലിലൂടെയാണ് നാടോടി നൃത്തം, ഭരതനാട്യം എന്നീ മത്സരങ്ങൾക്കായി കൃഷ്ണേന്ദു കോഴിക്കോട് കലോത്സവ വേദിയിലെത്തിയത്. ഈ ഇനങ്ങളിലെ മികച്ച നേട്ടം വിജയത്തിന്റെ ഇരട്ടി മധുരമാവുകയും ചെയ്തു. നന്നേ ചെറുപ്പത്തിലെ നൃത്തപഠനം തുടങ്ങിയ ഈ കലാകാരി ഇതിനോടകം നേടിയെടുത്ത വിജയങ്ങൾക്ക് കയ്യും കണക്കുമില്ല. കാഞ്ഞങ്ങാട് രഘുമാസ്റ്ററുടെ കീഴിൽ ശാസ്ത്രീയ നൃത്ത ഇനങ്ങളെല്ലാം അഭ്യസിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണേന്ദുവിന് കുച്ചിപ്പുടിയോട്
ഇഷ്ടമൽപ്പം കൂടുതലാണ്. കുച്ചിപ്പുടിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നതാണ് ഈ കൊച്ചു നർത്തകിയുടെ ആഗ്രഹം. കുടുംബങ്ങളുടെയും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് തന്റെ വിജയങ്ങൾക്ക് കരുത്തു പകരുന്നതെന്ന് കൃഷ്ണേന്ദു പറയുന്നു. എനിക്ക് കുച്ചിപ്പുടിയിൽ തന്നെ കൂടുതൽ പഠിക്കാനാണ് ആഗ്രഹം. അതിലൊരു റിസർച്ച് ചെയ്യാനാണ് ആഗ്രഹം. കലോത്സവം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ഊഷ്മള സ്വീകരണമാണ് വിദ്യാലയത്തിൽ കൃഷ്ണേന്ദുവിന് ലഭിച്ചത്. പലിയേരിക്കോവിലിലെ പി കൃഷ്ണകുമാർ സുധാ ദമ്പതികളുടെ മകളാണ് നൃത്തവേദിയിൽ മികച്ച പ്രകടനത്തോടെ മുന്നേറുന്ന കൃഷ്ണേന്ദു. കിരൺലാൽ, കൃപേന്ദു എന്നിവർ സഹോദരങ്ങളാണ്. സഹോദരി കൃപേന്ദു ചേച്ചിയെ പോലെ തന്നെ നൃത്തരംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പടന്നക്കാട് നെഹ്റു കോളേജിൽ എക്സ്പോ കൊമേഴ്സ്യ എക്സിബിഷൻ 28-ന് തുടങ്ങും. ലോഗോ പ്രകാശനം നടന്നു. കൊമേഴ്സ് വിഭാഗം +2 വിദ്യാർത്ഥികളെയും ഡിഗ്രി കൊമേഴ്സ് വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് നെഹ്റു കോളേജിൽ ഈ മാസം 27-28 തീയതികളിൽ എക്സ്പോ കൊമേഴ്സ്യ 2015 നടത്തുന്നത്. യുവമാന്ത്രികൻ ഉമേശൻ ചെറുവത്തൂരിൽ നിന്ന് സ്വീകരിച്ച ലോഗോ കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് MO വർഗീസ് പ്രകാശനം ചെയ്തു. പിന്നീട് പ്രിൻസിപ്പാൾ ഡോക്ടർ A മുരളീധരന് കൈമാറി. എല്ലാ ഓർഗാനിക്കും നമ്മളിപ്പോൾ ഗ്രാൻഡ് ഫെസ്റ്റിവൽ, എല്ലാ ഫെസ്റ്റിവലുകളാണ്. അത് ഗ്രാൻഡ് കേരള ചോക്ലേറ്റ് ഫെസ്റ്റിവൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ വാണിജ്യങ്ങളും എല്ലാ കൊമേഴ്സുകളും ആഘോഷമാകുകയും ജനങ്ങളിലാകെ തന്നെ വാങ്ങാനുള്ള ഒരു ആഘോഷകരമായ ടെൻഡൻസി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. കോളേജിലെ കൊമേഴ്സ് അസോസിയേഷൻ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് കൊമേഴ്സ്യ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. മാർക്കറ്റിംഗ്, ബാങ്കിംഗ്, ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ്, അക്കൌണ്ടിംഗ്, ED തുടങ്ങിയവയെ പ്രതിനിധീകരിച്ചുള്ള സ്റ്റാളുകൾ പ്രദർശനത്തിനുണ്ടാകും. 27 രാവിലെ K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജ്യോതിർഗമയ വെൽനസ്സുമായി സഹകരിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് ക്ലാസ് നടന്നത്. ജീവിതശൈലി രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമാണ് പഠന ക്ലാസ്സിന് വിഷയമായത്. ജീവിതശൈലിയിൽ രൂപപ്പെടുന്നതായ രക്തസമ്മർദ്ദം, പ്രമേഹം, തൈറോയിഡ് അസുഖങ്ങൾ, പൊണ്ണത്തടി, ഹാർട്ട് അറ്റാക്ക്, ബ്രെയിൻ അറ്റാക്ക്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചെല്ലാം പഠന ക്ലാസ് നടന്നു. നൂതന പോഷകാഹാര ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ജീവിതശൈലി രോഗങ്ങളെ മാറ്റിയെടുക്കാനാവുമെന്നാണ് പഠന ക്ലാസ്സിലൂടെ ബോധ്യമാക്കിയത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശരവണൻ, ഡോക്ടർ വിശാഖ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. M വിനോദ് സ്വാഗതം പറഞ്ഞു. ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിന്റെ 12ാമത് വാർഷികാഘോഷം ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാം വളരെയധികം മികവ് പുലർത്തുന്ന കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ ഒന്നാണ് ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വരുന്ന വർഷങ്ങളിലും ഈ മികവ് തുടരട്ടെ എന്ന് ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ജോസഫ് വയലിൽ PTA പ്രസിഡന്റ് അബൂബക്കർ, ഡയറക്ടർ ഫാദർ ജോൺ കൊട്ടാരത്തിൽ, പ്രിൻസിപ്പൽ ജോജോ പന്തമാക്കൽ, ഫാദർ മാത്യു മാണിക്കത്താഴെ, CMI പ്രൊവിഷ്യൽ ജോസഫ് വയലിൽ, സിസ്റ്റർ വിമൽ റോസ്, സിസ്റ്റർ ടിൻസി തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്ത്യൻ കലാരൂപവും അരങ്ങിലേറി. ഫാദർ ജോബി പുളിക്കൻ ധ്യാനം ചെയ്ത ക്രിസ്ത്യൻ കലാരൂപം ഏറെ ശ്രദ്ധേയമായി.
ശ്രീനാരായണ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ലോഗോ പ്രകാശനവും ജനുവരി 26-ന് കാഞ്ഞങ്ങാട് ആകാശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കൊളവയൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തരെത്തി. കൊളവയൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുരയിൽ 2 ദിനങ്ങളിലായി നടന്ന പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം സമാപിച്ചു. നോർത്ത് കൊളവയൽ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു. കളിക്കപ്പാട്ട്, അന്തിവേല, കലശം എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ മടപ്പുരയിലെത്തി. അന്നദാനവും സ്വീകരിച്ചാണ് ഭക്തജനങ്ങൾ മടങ്ങിയത്. മടിക്കൈ പെരിയാങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ അന്തിതിരിയനായി കണിയിൽ ദാമോദരൻ ആചാരമേറ്റു. മടിക്കൈ പെരിയാങ്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അന്തിതിരിയനായി കണിയിൽ ദാമോദരൻ ആചാരമേറ്റു. ആചാരക്കാരുടെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്ര കോയ്മ ഐക്കോടൻ കുഞ്ഞിക്കണ്ണൻ നായരും മറ്റു ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് മഞ്ഞോട്ട് ദേവാലയം കലശാട്ട് ദിന കളിയാട്ട മഹോത്സവത്തിനൊരുങ്ങി. പന്തൽ സമർപ്പണ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉത്തര കേരളത്തിലെ ചിരപുരാതനമായ പാലന്തായി കണ്ണന്റെ പെരുമയിൽ അറിയപ്പെടുന്ന കാഞ്ഞങ്ങാട് മഞ്ഞോട്ട് ദേവാലയത്തിൽ കളിയാട്ട ഉത്സവത്തിന് ഒരുക്കങ്ങളായി. 25 മുതൽ കളിയാട്ടത്തിന് തുടക്കമാവും. ആർട്സ് മഞ്ഞോട്ടിന്റെ ഗൾഫ് അംഗങ്ങളുടെ സമർപ്പണമായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണ ചടങ്ങുകൾ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രതന്ത്രി മേക്കാട്ടില്ലത്ത് വാസുദേവ പട്ടേരിയുടെ കാർമ്മികത്വത്തിൽ നടപ്പന്തൽ സമർപ്പണ ചടങ്ങ് നടന്നു. ചടങ്ങിൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് VV രാജു അധ്യക്ഷനായി. ആർട്സ് സെക്രട്ടറി DV ഷാജി സ്വാഗതം പറഞ്ഞു. തുടർന്ന് ധനസഹായ വിതരണവും നടന്നു. 25 മുതൽ 28 വരെ തീയതികളിൽ കളിയാട്ടം നടക്കും. വിവിധ ദിവസങ്ങളിൽ കാഴ്ചാ സമർപ്പണവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ടെ ട്രാഫിക് പരിഷ്കരണം. മുഴുവൻ വഴിയോര കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കാൻ നടപടി വേണം. വഴിയോര കച്ചവട സമിതി കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന കലോത്സവത്തിലെ മിന്നുന്ന വിജയം. ജോജി എസ് ബാബുവിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ സ്വീകരണം. സൗജന്യ ചികിത്സാ പദ്ധതി തുടങ്ങണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. JCS ഭാരവാഹികളുടെ പരിശീലന പരിപാടി ലോഡ്സ് 2015 കാഞ്ഞങ്ങാട്ട് തുടക്കം. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പ്രതിരോധവുമായി ജ്യോതിർമയ വെൽനസിന്റെ പദ്ധതി. കാഞ്ഞങ്ങാട്ട് ബോധവൽക്കരണ ക്ലാസ് നടന്നു.
ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് മഞ്ഞോട്ട് ദേവാലയം കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങളായി പന്തൽ സമർപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.